അപ്പൻഡിസൈറ്റിസ് എന്ന് പറയുന്ന അപ്പൻഡിക്സ് എന്ന് പറയുന്ന അവയവം, അതായത് നമ്മൾ ചെറുകുടലും വൻകുടലുമായിട്ട് ജോയിൻ ചെയ്യുന്ന ഭാഗത്ത് സീക്കം എന്ന് പറയും ആ ഏരിയ. ആ സീക്കത്തിൻ്റെ ഒരു വശത്തായിട്ട് അഗ്രഭാഗത്തായിട്ട് കാണപ്പെടുന്ന ഒരു ഫിംഗർ മാതിരിയുള്ള ഒരു അവയവമാണ് അപ്പൻഡിക്സ് എന്ന് പറയുന്നത്. അതിൻ്റെ ഉണ്ടാകുന്ന ഇൻഫ്ലമേഷൻ കൊണ്ടിട്ട് അത് എടുത്തു കളയുക തന്നെയാണ് അതിൻ്റെ പരിഹാരം മാർഗ. അപ്പോൾ ഏർലി സമയത്ത് കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് ഏർലി സമയത്ത് ഡോക്ടറെ കാണിക്കുകയും ഡോക്ടർക്ക് ഇതിനെപ്പറ്റിയുള്ള ചിന്താഗതി ഉണ്ടാവുകയും അതിനനുസരിച്ചുള്ള ഇൻവെസ്റ്റിഗേഷൻ ചെയ്യുക എന്നുള്ളതാണ് ഏർലി നേരത്തെ കണ്ടുപിടിക്കുക എന്നുള്ളതിൻ്റെ ഒരു കാര്യം എന്ന് പറയുന്നത്. കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ, കാരണം ഈ അപ്പൻഡിസൈറ്റിസ് വന്നു കഴിഞ്ഞാൽ അത് നിരന്തരമായി ഉപദ്രവിച്ചുകൊണ്ടിരിക്കും. ഒരു പ്രാവശ്യം വന്ന ഒരാൾക്ക് വീണ്ടും ഒരിക്കലും വരത്തില്ല എന്നൊക്കെ പറയാൻ പറ്റില്ല, വീണ്ടും വരും. അതുകൊണ്ട് നെക്സ്റ്റ് ടൈം ഒരുപക്ഷെ അപ്പൻഡിസൈറ്റിസ് വരുമ്പോൾ നമുക്കൊരു എക്സാമുള്ള സമയത്താവാം, നമ്മൾ യാത്ര ചെയ്യുന്ന സമയത്താവാം, നമ്മളൊരു ഫ്ലൈറ്റിലിരിക്കുമ്പോൾ, അങ്ങനെ പല സാഹചര്യങ്ങളിലും അങ്ങനെ ഉണ്ട്. അതൊരു എമർജൻസി സർജറിയാണ്. ചിലപ്പോൾ അത് പഴുത്ത് പൊട്ടാം, അതാണ് എമർജൻസി എന്ന് പറയുന്നത്. ആ പൊട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അടിയന്തരമായ സർജറി ചെയ്യേണ്ടി വരും. അത് ട്യൂബ് വഴി ചെയ്യാം, ഓപ്പൺ സർജറി ചെയ്യാം. പക്ഷേ അത് ആ ഇൻഫെക്റ്റഡ് ഏരിയ എടുത്ത് കളയുക എന്നുള്ളത്, കാരണം ആവശ്യമുള്ള സംഭവമല്ല അത് അപ്പൻഡിക്സ് പറയുന്നത്, എടുത്ത് കളയുക എന്നുള്ളതാണ്.